പരമ്പരാഗതമായി UDF സ്വാധീനമുള്ള മണ്ഡലമാണ് കോട്ടയം. ഇക്കുറി കേരള കോൺഗ്രസുകൾ നേർക്കുനേർ അംഗം കുറിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനെ തറപറ്റിക്കാൻ ജോസഫ് വിഭാഗം കളത്തിലിറക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജിനെയാണ്. ക്രൈസ്തവ സഭകൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. BJPക്കും നല്ലൊരു ശതമാനം വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ട്. ഇനി നമ്മൾ കൊല്ലത്തേക്ക് ഒന്ന് പോകാം. ചുവപ്പ് കോട്ടകളിൽ ഒന്നായ കൊല്ലം ജില്ലയ്ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ CPMന് LDFന് അടിതെറ്റുന്ന കാഴ്ചയാണ്. മലയോര തീരദേശ മേഖലകളെ ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള കൊല്ലത്ത് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രന് വേണ്ടി ചുവരെഴുത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പറയത്തക്ക പ്രതികൂല ഘടകങ്ങൾ പ്രേമചന്ദ്രന് നിലവിൽ നേരിടേണ്ടി വരുന്നില്ല. CPMന്റെ കൈവശമുള്ള മണ്ഡലത്തിൽ പലരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. MLAമാരായ M മുകേഷ്, സുജിത്ത് വിജയൻപിള്ള, മുൻ MLAമാരായ ഐഷ പോറ്റി, M സ്വരാജ് എന്നിവരുടെ പേരുകളുമൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ പോരുകൊണ്ട് ഇത്തവണയും അങ്ങനെ കൊല്ലം മണ്ഡലം ശ്രദ്ധാകേന്ദ്രം ആകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി നമുക്ക് മാധ്യമപ്രവർത്തകരുടെ വിശകലനത്തിലേക്ക് പോകാം. N ശ്രീകുമാറും M ജയചന്ദ്രനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ, നമുക്ക് കോട്ടയത്ത് നിന്ന് തന്നെ തുടങ്ങാം. കോട്ടയത്ത് LDF സ്ഥാനാർത്ഥി കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തോമസ് ചാഴിക്കാടനാണ്. ഇനി UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിന്റെ പേര് നാളെ പ്രഖ്യാപിക്കാനും പോകുന്നു. മണ്ഡലത്തിലൊരു ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ UDFന് വേരോട്ടമുള്ള, സഭകൾക്ക് തികഞ്ഞ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ UDFന്റെ അക്കൗണ്ടിൽ നിന്നും MP ആയി ഇത്തവണ LDFന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ ചാഴിക്കാടിനെ സംബന്ധിച്ചോളം ഉള്ള അനുകൂല ഘടകങ്ങൾ, പ്രതികൂല ഘടകങ്ങൾ, ഒപ്പം ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന, പലപ്പോഴും അറിയാം കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലുള്ള മുറുമുറുപ്പുകൾ, ഇത്തവണ ജോസഫ് വിഭാഗത്തിലേക്ക് സീറ്റ് എത്തുമ്പോൾ ഫ്രാൻസിസ് ജോർജിനെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ? ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ അധികം സമാഹരിക്കാൻ കഴിയും തലയെടുപ്പുള്ള നേതാവിന് KM ജോർജിന്റെ മകന്? അല്ല, ഫ്രാൻസിസ് ജോർജ് ആണോ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മളുടെ ഒരു ഊഹമനുസരിച്ച് അദ്ദേഹമായിരിക്കും. കാരണം കേരള കോൺഗ്രസിന്റെ ആരംഭകാലം മുതലുണ്ടായിരുന്ന അവരുടെ നേതാവിന്റെ മകൻ. അത് മാത്രമല്ല, ഫ്രാൻസിസ് ജോർജിന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിലാണെങ്കിലും മാണി ഗ്രൂപ്പിലാണെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസിലായിരുന്നു ഒക്കെ ഉള്ള ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകൃതം തന്നെ ആയിരിക്കാം. ഇവിടെ കേരള കോൺഗ്രസിന്റെ സീറ്റാണ് കോട്ടയം. അവിടെ നമ്മൾ കേട്ടിരുന്നത് ജോസ് കെ മാണി ചിലപ്പോൾ മത്സരിച്ചേക്കുമെന്നാണ്. പക്ഷെ ജോസ് കെ മാണി അവിടെ മത്സരിച്ചില്ല. പകരം മത്സരിക്കുന്നത് നിലവിലുള്ള തോമസ് ചാഴികാടൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത് UDFന്റെ സ്വാധീനത്തിലാണ്. അവിടെ ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങൾ അത് ഭൂരിപക്ഷവും UDFന്റെ കയ്യിലാണ്. പക്ഷെ അതിലൊന്നും ഞാൻ വലിയ കാര്യം കാണുന്നില്ല. അതൊരു വലിയൊരു ഘടകമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അവിടെ എന്തുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി മത്സരിക്കാൻ തയ്യാറെടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി ഇപ്പൊ കഴിയാൻ പോവാണ്. അപ്പൊ വീണ്ടും രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് കൊടുക്കുവോ LDF എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അവര് പാല ആണല്ലോ കേരള കോൺഗ്രസിന്റെ എപ്പോഴും അവരുടെ ഒരു അഭിമാന അസംബ്ലി മണ്ഡലമായി കരുതിയിരുന്നത്. ആ പാല അസംബ്ലി മണ്ഡലം ശ്രീ ജോസ് കെയുടെ പിതാവ് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായിരുന്ന ആ മണ്ഡലം കോൺഗ്രസിന്റെ പിന്തുണയോടെ NCPയിൽ ഉണ്ടായിരുന്ന നമ്മുടെ മാണി C കാപ്പൻ ജയിച്ചതോടെ കേരള കോൺഗ്രസിന്റെ പാലയത്തെ സ്വാധീനമില്ല എന്ന് പുറം ലോകത്തിന് ബോധ്യമായിട്ടുണ്ട്. അത് അവര് പറയുന്നത് ഇപ്പോഴും സ്വാധീനമുണ്ടെന്നാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ മാണി C കാപ്പൻ ജയിച്ചാലും പാല മണ്ഡലത്തിലെ ഒന്നാമത്തെ കക്ഷി കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ആണ്. അത് ആരും സംശയമില്ലാത്ത കാര്യമാണ്. അത് കേരള കോൺഗ്രസ് മാണി സാർ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതങ്ങനെ പോയി. അതിന് കോൺഗ്രസ് എതിർപ്പും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പാലാ KA മാത്യു ആണെങ്കിലും എബ്രഹാം സാർ ആണെങ്കിലും അത് ഒരുപാട് പ്രഗത്ഭര് അവിടെ ആ പാലാ ഭാഗത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തില് മാണി സാർ വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. അപ്പൊ കോട്ടയത്ത് ലോക്സഭാ മണ്ഡലത്തില് തോമസ് ചാഴികാടൻ മത്സരിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസുകളുടെ ഒരു ഏറ്റുമുട്ടൽ എന്നതിൽ കവിഞ്ഞ് ഇപ്പോഴത്തെ UDF LDF ഏറ്റുമുട്ടലായിട്ട് തന്നെയാണ് വരിക. സംശയം വേണ്ട. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജോസ് കെ മാണി വിഭാഗം നയിക്കുന്ന ആ ഒരു പാർട്ടി നേരിടുന്ന അവഗണനയുണ്ട്. പാലാ നഗരസഭയിലത്തെ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. CPM ആയിട്ട് നല്ല ബന്ധത്തിലൊന്നും അല്ല ജോസ് കെ മാണിയുടെ പാർട്ടി അവിടെ.
അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ഒരു മത്സരത്തിന് ഒരു പ്രത്യേകത വരുന്നത്. അതിൽ CPM-ന്റെ അണികളും വോട്ടർമാരൊക്കെ എത്രത്തോളം ആ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് കണ്ടറിയണം. നേരെ മറിച്ച് ഇപ്പോഴത്താണെങ്കിൽ UDF-നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം, കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം, ദേശീയ തലത്തിലേക്കൊക്കെ നമുക്ക് പിന്നെ പോകാം. ഇവിടെ ജനങ്ങളുടെ അവസരം കാത്തിരിക്കുകയാണ് ഒരു കുത്തുകുത്താനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് UDF അവിടെ എത്രയായാലും ഒരു മേൽക്കൈ കിട്ടുമെന്ന് UDF പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജ് വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൊതുവെ സ്വീകാര്യനാണ്, ആർക്കും സ്വീകാര്യനാണ്. അതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. പിന്നെ കൊല്ലം ചോദിച്ചു എന്നോട്, ഞാൻ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. തീർച്ചയായും നമുക്ക് കൊല്ലത്തേക്ക് പിന്നീട് പോകാം. ശ്രീകുമാർ ഒക്കെ പറയുമ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ്, മാത്രമല്ല അവിടെ ശബരിമലയൊക്കെ തന്നെ ചർച്ചയായപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ എല്ലാ മണ്ഡലങ്ങളിലെയുമായി ബന്ധപ്പെട്ട് ചാർജ് നൽകാൻ പോകുന്ന ആളുകളെയും അല്ലെങ്കിൽ ജില്ലയിൽ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തോമസ് ചാഴിക്കാടിനെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന വണ്ണം കാത്ത് കരുതിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങണം, വോട്ട് ചോർച്ച ഒരർത്ഥത്തിലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമുക്കറിയാം മണ്ഡലത്തിൻ്റെയൊക്കെ സ്വഭാവം വെച്ചൊക്കെ നോക്കുമ്പോൾ സഭകളുടെ സ്വാധീനം ഉള്ള മണ്ഡലമാണ്. അവിടെയൊക്കെ വേണ്ടുന്ന രീതിയിൽ ഒരു അഭിമാന പോരാട്ടം എന്ന നിലയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കൂടി ഒന്ന് ഫ്രാൻസിസിലേക്ക് വരുമ്പോൾ വിയർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? അതല്ല, ഒരു അഭിമാന പോരാട്ടം എന്ന നിലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൂടി കരുതുകയും കോൺഗ്രസിന്റെ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴായി കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘടകങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ചിത്രം? എന്നോടാണോ? അതെ 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 ശ്രീകുമാർ. അതായത് കോട്ടയം മണ്ഡലത്തില് ശ്രീ സുരേഷ് കുറുപ്പ് ജയിച്ച 2-3 സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ രമേശ് ചെന്നിത്തലയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് UDF-ന്റെ സ്ഥാനത്തിലാണ് അധിക കാലത്തും ജയിച്ചു വന്നിട്ടുള്ളത് കോട്ടയത്ത്. കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് അവരുടെ ഒരു ജന്മനാടായിട്ടൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പോലും അവിടെ കോൺഗ്രസ് വലിയ സ്വാധീനമുണ്ടെന്നുള്ളതായിട്ട് തർക്കമറ്റതാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുകയും ഒക്കെയുള്ള ആ ഒരു ഘട്ടം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തത് മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ്. കാരണം എല്ലാവരും രാഷ്ട്രീയത്തിലെ താല്പര്യമുള്ളവരൊക്കെ പറയുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ ഇപ്പൊ പഴയ ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ M ജയചന്ദ്രൻ, എന്താണ് കോട്ടയത്തിന്റെ ഒരു ചിത്രം താങ്കൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്നത്? കാരണം ഫ്രാൻസിസ് ജോർജ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു, നാളെ ഇനി അത് പ്രഖ്യാപനമുണ്ടാകാം. ഈ മണ്ഡലത്തിലെ ഈ വോട്ടർമാരുടെ സ്വാധീന ഘടകങ്ങൾ, പ്രത്യേകിച്ച് ദേശീയതലത്തിലുള്ള ഘടകങ്ങളാണ് നിഴലിച്ചു നിൽക്കുന്നതെങ്കിലും പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയുമായി ബന്ധപ്പെട്ട് ഭരണ മികവിൻ്റെ കൂടി ഒക്കെയുള്ള ഘടകങ്ങൾ കൂടി പരിശോധിക്കപ്പെടും. പിന്നെ ജാതീയമായിട്ടുള്ള സമവാക്യങ്ങൾ, അടിയൊഴുക്കുകളൊക്കെ നിർണായകമായിട്ട് നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ നിലയ്ക്ക് കോട്ടയത്തിൻ്റെ ഒരു ചിത്രം എങ്ങനെ പരിശോധിക്കാം നമുക്ക്? ശ്രീ ജയചന്ദ്രൻ. ശ്രീ ജയചന്ദ്രൻ കേൾക്കാമെങ്കിൽ താങ്കൾക്ക്. ശ്രീകുമാർ, ജയചന്ദ്രനിലേക്ക് എത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് താങ്കൾ മുറിഞ്ഞു പോയിടത്തു നിന്നും തുടങ്ങാം. അതായത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തില് UDF-ന്റെ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അപ്പൊ ആ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള ഒരു മര്യാദയാണ് കോൺഗ്രസ് അവിടെ പാലിച്ചിട്ടുള്ളത്. കാരണം സീറ്റ് ഏറ്റെടുത്തിട്ടൊന്നും പണ്ട് കൊല്ലത്ത് CPM കാണിച്ച പോലത്തെ മണ്ഡലത്തിലൊന്നും കോൺഗ്രസ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ. പക്ഷെ അവിടെ മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിന്റെ നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം ഫ്രാൻസിസ് ജോർജ് മുമ്പ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പാർലമെന്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പാർട്ടിക്കും അതിൽ UDF-നും മുന്നണിക്കൊക്കെ ഒരു ധാരണയുണ്ട്. അത് മാത്രമല്ല, പഴയ കേരള കോൺഗ്രസിന്റെ പഴയകാല പ്രവർത്തകർക്കും അനുഭാവികൾക്കും അണികൾക്കൊന്നും അദ്ദേഹം ഒരു പുതിയ ആളല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗുണം എന്തായാലും ഇവിടെ കോൺഗ്രസിന് കിട്ടും. പിന്നെ അത് മാത്രമല്ല, അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞവണ മത്സരിച്ചത് വാസവനാണ്, തോൽപ്പിച്ചത് തോമസ് ചാഴികാടനാണ്. അന്ന് UDF-ന് കിട്ടിയ വോട്ട് നമ്മൾ ഇത്തവണ UDF-ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അന്നത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായത്, രാഹുൽ ഗാന്ധിയുടെ വരവും കോൺഗ്രസ് അധികാരത്തിൽ എത്തുമോ എന്നുള്ള ചിന്തയൊക്കെ. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ BJP വിരുദ്ധ വികാരം ഏറിയിരിക്കുകയാണ്. അവിടെ സഭാ നേതൃത്വം അവിടെ കൂടുതലുണ്ടെങ്കിൽ പോലും ഈ സഭാ നേതൃത്വത്തെ BJP കൈക്കലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അപ്പോൾ സത്യസന്ധമായ രീതിയിൽ അവരെ സമീപിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മണിപ്പൂർ വിഷയം എന്തായാലും ചർച്ച ചെയ്യപ്പെടുമല്ലോ. അവിടെ റബ്ബറിന്റെ വിലക്കയറ്റവും താങ്ങുവിലയും ചർച്ച ചെയ്യപ്പെടുമല്ലോ.
അവിടെ കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ കേന്ദ്രവിരുദ്ധം എന്ന് പറയാനും അവിടെ പിന്നെ കോൺഗ്രസിന് ന്യായമുണ്ട്. കാരണം മണിപ്പൂർ വിഷയം. കേരള വിരുദ്ധം എന്ന് പറഞ്ഞാൽ കൂടുതൽ ന്യായങ്ങളുണ്ട്. കാരണം റബ്ബറിന്റെ തറവില 170 രൂപയിൽ നിന്ന് 10 രൂപയാണ് ഇടതുമുന്നണി കൂട്ടിയത്. അവരെത്ര പറഞ്ഞിരുന്നത്? 250 രൂപയാക്കുമെന്നാ പറഞ്ഞിരുന്നത്. 7 വർഷമായല്ലോ. അപ്പൊ കർഷക പ്രശ്നത്തെ, നാളികേരത്തിന്റെ വില നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നെല്ല് സംഭരണത്തിന്റെ വില, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനും UDF-നും അനുകൂലമായിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന് ഒരു ചിന്തിക്കേണ്ട കാരണം എന്താ വെച്ചാൽ, അവിടെ കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം പിന്നാക്കാൻ പോയാൽ ബുദ്ധിമുട്ടാവും. കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം LDF-ന്റെ ബൂത്ത് തല പ്രവർത്തനത്തോടെ ഒപ്പം നിൽക്കുന്നതാവണം. കാരണം പ്രത്യേകിച്ച് BJP ഇത്തവണ കൊണ്ടുവരുന്നത് കേന്ദ്രത്തിൽ അവരുടെ നയങ്ങളെ കുറിച്ചാണ്. പക്ഷെ കോട്ടയത്ത് ദേശീയല്ല എന്ന് ഞാൻ പറയാൻ കാരണം, മണിപ്പൂർ ഒരു പ്രധാന വിഷയമാണ്, റബ്ബർ പ്രധാന വിഷയമാണ്. അത് കേന്ദ്രത്തിൽ റബ്ബർ വിഷയമാണ്. കാരണം റബ്ബറിന്റെ താങ്ങുവില കൂട്ടുമെന്ന് പറഞ്ഞ കേന്ദ്രം ബിഷപ്പ് പാംപ്ലാനിയൊക്കെ സന്ദർശിച്ചതും പള്ളി സന്ദർശിച്ചതും ക്രിസ്തുമസിന് സന്ദർശിച്ചതും ഒക്കെ നമുക്ക് അറിയാമല്ലോ. പക്ഷെ എന്ത് സന്ദർശിച്ചാലും ശരി, അവസാനം മണിപ്പൂർ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു ഈ BJP എന്നൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. മണിപ്പൂരിലത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോട് ചർച്ച ചെയ്യപ്പെടുകയല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസിനും UDF-നും യാതൊരു വില ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ ധരിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായ വോട്ടെത്തിക്കുന്നതിൽ കോൺഗ്രസ് ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ തകിടം മറിയും. തീർച്ചയായും നമുക്ക് M. ജയചന്ദ്രനെ ഒന്ന് കണക്ട് ചെയ്ത് ശരിയായ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച ശേഷം നമുക്ക് കോട്ടയത്തിലെ കാര്യം ചോദിക്കാം. ശ്രീകുമാർ, നമുക്ക് കൊല്ലത്തേക്ക് കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ, കൊല്ലം മണ്ഡലം അറിയാം. കൊല്ലം മണ്ഡലത്തിലെ ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുതുതായി ചേർക്കപ്പെട്ട സാഹചര്യം പോലും പുനലൂരായാലും ഈ ഒക്കെ ചടയമംഗലമായാലും ഒക്കെ നല്ല ഇടതു സ്വാധീനമുള്ള ഇടതു കോട്ടകളാണ്. CPIക്ക് സ്വാധീനം, CPM-ന് സ്വാധീനമുള്ള കോട്ടകൾ. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ 2009 ശേഷം, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അടുത്തൊരു കാലഘട്ടം പറയുമ്പോൾ 2009 കുറിപ്പ് വരുന്നു, അതിനുശേഷം വിജയിക്കുന്നു. 2004 CPM അവസാനമായി വിജയിക്കുന്നു. പിന്നീട് എടുത്തു നോക്കുമ്പോൾ NK പ്രേമചന്ദ്രൻ അടുപ്പിച്ച് 2 തവണ വിജയിക്കുന്നു. ആദ്യം തന്നെ 2004 തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അറിയാം നമുക്ക്. അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വമായി അവിടേക്ക് എത്തുന്നു NK പ്രേമചന്ദ്രൻ. പക്ഷേ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് വളരെ തിളക്കമാർന്ന ഒരു വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ 2019 അത്തരത്തിൽ അദ്ദേഹത്തിന് അവിടെ ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്നു. 2024 എത്തുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു പാർലമെന്ററിയൻ എന്ന നിലയിൽ നല്ല ഒരു മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. അതേസമയം CPM നല്ല രീതിയിൽ നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടുകൾ, കേഡർ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സാഹചര്യം എന്നവർ പറയുന്നു. അതിന് തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ വേണം. അത് കണ്ടെത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായി LDF-നെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായിരിക്കും ചിത്രം എന്നാണ് ശ്രീകുമാർ മനസ്സിലാക്കുന്നത്? പ്രതീക്ഷ, ഈ UDF-ന്റെ നേതാക്കൾ ഇപ്പൊ സ്വകാര്യമായി പറയുന്ന ഒരു കാര്യം കൊല്ലം ജയിച്ചു എന്നാണ്. കാരണം അവരത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ NK പ്രേമചന്ദ്രനെ കുറിച്ച് കൊല്ലത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ തൃപ്തി പരന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. പിന്നെ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷ മണ്ഡലങ്ങളും കുണ്ടറ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും LDF ആണ്. പക്ഷെ അത് ഞാൻ പറയുന്നത്, ഈ കൊല്ലം മണ്ഡലത്തിന്റെ ആദ്യകാലം തൊട്ട് നമ്മൾ നോക്കിയാൽ തന്നെ ശ്രീകണ്ഠൻ നായരുടെ കാലം തൊട്ട്, പിന്നെ BK നായരാണ്, പിന്നെ അതിനുശേഷം നമ്മുടെ S. കൃഷ്ണകുമാറാണ്, പീതാംബരക്കുറുപ്പ് വന്നു, പിന്നെ നമ്മുടെ 2 തവണ അവിടെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. തുടരാം. ഞാൻ കാണുന്നത് അതായത് കൊല്ലം ജില്ല, കൊല്ലം മണ്ഡലം, ലോക്സഭാ മണ്ഡലം നമ്മൾ പരിശോധിച്ചാല് അവിടെ ശ്രീകണ്ഠൻ നായർ തൊട്ട് ഇങ്ങോട്ട് നിങ്ങൾ നോക്കുക. ശ്രീകണ്ഠൻ നായരാണെങ്കിലും BK നായരാണെങ്കിലും അവർ, ശ്രീകണ്ഠൻ നായർ RSPയുടെ ടിക്കറ്റില് മറ്റേ കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതുപോലെ BK നായർ കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ജയിച്ചിരിക്കുന്നു. S. കൃഷ്ണകുമാർ കോൺഗ്രസ്, പീതാംബരക്കുറുപ്പ് കോൺഗ്രസ്, 2 തവണ P. രാജേന്ദ്ര CPM-ന്റെ ടിക്കറ്റ് ജയിച്ചു. അതിനുശേഷമാണ് RSP അടഞ്ഞ് കൊല്ലത്ത് സീറ്റ് പിടിച്ചെടുക്കലിനെ തുടർന്നാണ് അവരടഞ്ഞിട്ട് അവർ UDF-ലേക്ക് വന്നത്. ആ UDF-ലേക്ക് വന്നപ്പോൾ തൊട്ട് NK പ്രേമചന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥി. പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ നടത്തിയ പദപ്രയോഗങ്ങൾ, മുഖ്യമന്ത്രി നടത്തിയ പദപ്രയോഗങ്ങൾ ഞാൻ അവിടെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞ തവണ നടത്തിയ ഹീനമായ നടപടി എന്ന് പ്രേമചന്ദ്രൻ വിശേഷിപ്പിച്ച കാര്യം എന്താണ്? അദ്ദേഹത്തെ സംഖ്യയാക്കാൻ നോക്കി. അദ്ദേഹത്തിനെതിരെ വീടാന്തരം കയറിയ ഒരു മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രചരണം നടത്തി.
എന്നിട്ടും എനിക്ക് തോന്നുന്നത് 1,1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടെ ഇപ്പോൾ ജയിച്ചത്. നടക്കുന്ന പ്രചരണമുണ്ടല്ലോ, കാരണം പ്രധാനമന്ത്രിയുടെ വിരുന്നിലേക്ക് പങ്കെടുത്തു. അത് കാരണം ന്യൂനപക്ഷത്തിന്റെ സ്വാധീനമൊക്കെയുള്ള മണ്ഡലം കൂടിയാണ് കൊല്ലത്തെ സംബന്ധിച്ചോളം. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രചരണം ആ അർത്ഥത്തിൽ നടക്കുന്നുണ്ട്. അത് വോട്ടിന്റെ നിലയെയും ഒക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാധീനിച്ചിരിക്കാമോ? ദേശീയ തലത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷം എടുത്തിരിക്കുന്ന സ്റ്റാൻഡൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, അറിയാമല്ലോ. അത് തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരിക്കാം? അതായത് കഴിഞ്ഞ ഈ CPM കാണിച്ചൊരു മണ്ടത്തരം നിങ്ങൾ നോക്കൂ. 2 ആഴ്ച മുമ്പ് പ്രധാനമന്ത്രി ഒരു വിരുന്നിന് അദ്ദേഹത്തെ ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ മികച്ച പാർലമെന്ററി പ്രവർത്തനം കണ്ടുകൊണ്ടായിരിക്കാം. എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പ്രധാനമന്ത്രി ക്ഷണിച്ചു. എത്ര BJP വിരുദ്ധരാണെങ്കിലും എത്ര കോൺഗ്രസ് വിരുദ്ധരാണെങ്കിലും ആരാണോ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ഏത് MP-യും പോകാറുണ്ട്. നമ്മുടെ മറ്റേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ വള്ളംകളി കാണാൻ ക്ഷണിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ? എന്തിനാ വള്ളംകളി കാണാൻ ശ്രമിച്ചത്? വേണ്ട, BJP-യുടെ മുൻ അധ്യക്ഷനായിരുന്ന നിതിൻ ഗഡ്കരിയെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലല്ലേ അദ്ദേഹം ഊണ് കഴിച്ചത്? അപ്പൊ അതൊക്കെ സൗഹൃദത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കാണാതെ പ്രേമേന്ദ്രൻ സംഖ്യയാകാൻ പോകുന്നു എന്ന രീതിയിൽ CPM പ്രചരണം നടത്തിയോണ്ട് പ്രേമേന്ദ്രന് ഒരു 10,000 വോട്ട് കൂടുതലൂടെ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെ പ്രേമേന്ദ്രന്റെ ഗുണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എതിരായിട്ട് നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥിന്റെ CPM-ൽ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവരുടെ കണ്ണെത്തി നിൽക്കുന്നത് മറ്റേ S വരദരാജനിലേക്കാണെന്ന് സംശയമുണ്ട്. CPM-ന്റെ പഴയ NGO യൂണിയന്റെ നേതാവ് വരദരാജനിലേക്കാണ് അവരെ എത്തി നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും ഇവരൊന്നും കൊല്ലത്ത് വരുമ്പോൾ പ്രേമേന്ദ്രനെതിരെ മത്സരിക്കാൻ അവർക്ക് പറ്റുമോ എന്നൊരു ചിന്ത CPM-ൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊല്ലം ഇത്തവണ UDF-ന്റെ സുരക്ഷിത സീറ്റാണെന്ന് തന്നെയാണ് കരുതാൻ ആ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം കൊല്ലത്തെ അസംബ്ലി മണ്ഡലം നമുക്ക് UDF-ന് ഇല്ല എന്നുള്ള സത്യമാണ്. കാരണം കുണ്ട്രയിൽ വിഷ്ണുനാഥ് മാത്രമേ ഉള്ളൂ ജയിച്ചത്. പക്ഷേ കൊല്ലം മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇത്തവണത്തെ കേരള രാഷ്ട്രീയം നിങ്ങൾ ആലോചിക്കണം. ആ ഇടതുവിരുദ്ധ രാഷ്ട്രീയം കൂടി ആലോചിക്കുമ്പോൾ, പ്രേമേന്ദ്രനെതിരായി നടത്തുന്ന വ്യക്തിഹത്യ കൂടി ആലോചിക്കുമ്പോൾ, പ്രേമേന്ദ്രനെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥി അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രതീക്ഷ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. കൊല്ലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് അനുകൂല സ്ഥാനാർത്ഥികളുടെ വിജയചരിത്രം കൂടെ ആലോചിക്കുക. 2 തവണയല്ലേ P. രാജേന്ദ്രൻ ജയിച്ചിട്ടുള്ളൂ കൊല്ലത്ത്. അത് പിടിച്ചെടുത്ത അതിനുശേഷം പിന്നെ പ്രേമേന്ദ്രന്റെ കയ്യിലായി. ഇനി പ്രേമേന്ദ്രന്റെ അത് പോവില്ല. കാരണം പ്രേമേന്ദ്രനെ കുറിച്ച് അത്രയും വ്യക്തിഹത്യ ചെയ്യണമെങ്കിൽ എന്താണ് അർത്ഥമുള്ളത്? അവിടെ തീർച്ചയായും അതാണ് താങ്കളുടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. നമ്മൾ കോട്ടയവും കൊല്ലവുമാണ് പരിശോധിക്കുന്നത്. അവിടെ കോട്ടയത്ത് ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞു, അവിടെ എല്ലാ അർത്ഥത്തിലും ഫ്രാൻസിസ് ജോർജ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം പോസിറ്റീവ് ഘടകങ്ങൾ വളരെ കൂടുതലാണ്. ജയം വേണമെങ്കിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമുണ്ട് എന്ന് N. ശ്രീകുമാർ പറയുന്നു. രണ്ടാമത് കൊല്ലത്തേക്ക് വരുമ്പോൾ ഈ 20 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യമേ വിജയിക്കാനുള്ള സാധ്യതയുള്ള ഒറ്റപ്പേരുകാരൻ അത് പ്രേമചന്ദ്രനാണ്. അതിൻ്റെ എല്ലാവിധ അടിയൊഴുക്കല്ല, അതൊക്കെ പ്രകടമായ കണക്കുകളാണെന്നാണ് ശ്രീകുമാർ അവകാശപ്പെടുന്നത്. 2 മണ്ഡലങ്ങളും ചേർത്തുള്ള മറുപടി ശ്രീ ജയചന്ദ്രൻ. പ്രതീക്ഷ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകുമാർ കോട്ടയത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിൽ തന്നെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും CPM-ഉമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ളത്. ഞാൻ അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ LDF-ന്റെ 20 മണ്ഡലങ്ങളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ ഏക മണ്ഡലമാണ് കോട്ടയം. CPM-ഉമായിട്ട് കേരള കോൺഗ്രസിന് എന്തെങ്കിലും വിദൂരമായെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുമോ? ഇങ്ങനെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും? മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. ആ CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ന് കീഴിൽ ഒരു ഘടകകക്ഷിയായിട്ടുള്ള മന്ത്രിസ്ഥാനവുമുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് CPM-ന്റെ അനുവാദമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി LDF-ന്റെ പേരിൽ പ്രഖ്യാപിക്കുന്ന മണ്ഡലമായി കോട്ടയം മാറി എന്നാണോ പ്രിയപ്പെട്ട ശ്രീകുമാർ കരുതുന്നത്? അങ്ങനെ ആവില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. അതവിടെ നിൽക്കട്ടെ, അത്രേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതിന് മറുപടി ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസുകാർക്ക് ഇത് ആവശ്യമായിരുന്നു. ഏത്? ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം. കാരണം കോൺഗ്രസുകാർക്ക് എക്കാലവുമുള്ള പ്രധാനപ്പെട്ട ഒരു പരാതി, അവർക്ക് മത്സരിക്കാൻ കോട്ടയത്ത് സീറ്റ് കിട്ടുന്നില്ല. അത് നിയമസഭയിലാണെങ്കിലും ഇല്ല, ലോക്സഭയിലേക്കാണെങ്കിലും ഇല്ല. ഈ ഒരു പരാതി രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം കോട്ടയം മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിലും മറ്റ് ഏതാണ്ട് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസുകാർക്കുള്ള പരാതിയാണ്. അത് പിന്നെ ഒരു വെറുതെ ഉള്ള പരാതിയല്ല. പുതുപ്പള്ളിയും കോട്ടയവും വൈക്കം സംവരണ സീറ്റാണ്. പുതുപ്പള്ളിയും കോട്ടയവും കഴിഞ്ഞാൽ കോൺഗ്രസുകാർക്ക് നേതാക്കന്മാർക്ക് മത്സരിക്കാൻ സീറ്റില്ല.
അത് അത്തരത്തിലുള്ള തർക്കങ്ങളുണ്ട്. അപ്പൊ ഇത്തവണ കൂടെ അറിഞ്ഞൊന്ന് സഹായിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ അവർക്ക് ക്ലെയിം ഉണ്ടാക്കാം ഇക്കാര്യത്തിൽ. ഏതാ? കോട്ടയം പാർലമെന്റ് സീറ്റ് ഞങ്ങൾക്ക്. അത് കോൺഗ്രസുകാരകത്തുള്ള മറ്റൊരു വികാരമാണ്, കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള. അന്വേഷിച്ചാൽ മതി, പെട്ടെന്ന് അറിയാൻ പറ്റും ശ്രീകുമാറിനും. അപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാല് അവിടെ ഈ ഇദ്ദേഹത്തിന്റെ ചാഴികാടന്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം എതിരാളികൾക്ക് പോലും, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വളരെയധികം പ്രാപ്യനായിട്ടുള്ള, ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു ജനപ്രതിനിധിയാണ്, MP ആണ്. പക്ഷേ ശ്രീ ജയചന്ദ്രൻ കഴിഞ്ഞ തവണ വാസവനെ പരാജയപ്പെടുത്തിയ ആളാണ്. മാത്രമല്ല പൊതുവേദിയിൽ മുഖ്യമന്ത്രിയുടെ ശകാരം ഏറ്റുവാങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരു അഭിമാന പ്രശ്നമൊക്കെ നേരിട്ടു. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇതൊക്കെ ചെറിയ ചെറിയ ഘടകങ്ങളെന്ന് തോന്നുമ്പോഴും അത് മാനസികമായിട്ടുള്ള നിലയിലേക്കൊക്കെ വരുമ്പോൾ വോട്ടർമാർ എടുക്കുന്ന ഓരോ വോട്ടർമാരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളൊക്കെ പലതാണ്. അതൊക്കെ പല പല സ്വാധീന ഘടകങ്ങളിൽ ഒന്നായി മാറില്ലേ? അല്ല, താങ്കൾ ചെറിയ ഘടകമായിട്ട് വെക്കണ്ടെന്നേ. അത് പ്രധാനപ്പെട്ട ഘടകമായിട്ട്, പല ഘടകങ്ങളിൽ പ്രധാന ഘടകമായിട്ട് തന്നെ വെച്ചോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇതാണ്, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ LDF ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കില്ലല്ലോ, തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ. അപ്പോൾ LDF അത് ആലോചിച്ചിട്ട് തന്നെയാണ്, CPM അടക്കം ആലോചിച്ചിട്ടാണ് അനുവാദം കൊടുത്ത് ചാഴികാടനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായി LDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അതാണ് അതിന്റെ വസ്തുത. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകുമാർ പറയുന്നത് ജനങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത് പിന്നെ 91 MLA-മാരുമായി നല്ല ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണല്ലോ 2019 കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. എന്താണ് സംഭവിച്ചത്? LDF മൊത്തം ഒരു ക്ലീൻ സ്വീപ്പ് എന്നുള്ള നിലയിലല്ലേ UDF അന്ന് ജയിച്ചത്? എന്തായിരുന്നു കാരണം? പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങൾ രാഹുൽ ഗാന്ധി ഉറ്റുനോക്കി, രാഹുലിന്റെ സ്വാധീനം, അങ്ങനെ ശബരിമല പല സമയക്കുറവുണ്ട്. ചെറിയൊരു ഇടവേള എടുത്ത ശേഷം ശ്രീ ജയചന്ദ്രൻ ചർച്ചയിലേക്ക് വരുമ്പോൾ, ശ്രീ M. ജയചന്ദ്രൻ, കൊല്ലത്തെ ഈ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു കഴിഞ്ഞാൽ അതിൽ കുണ്ട്ര ഒഴികെ എല്ലായിടത്തും CPM-ന്റെ LDF-ന്റെ മേൽക്കൈയുള്ള മണ്ഡലമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അവതാളത്തിലാകുന്നു. NK പ്രേമേന്ദ്രന്റെ അവസാനത്തെ 2 ഘട്ടത്തിലെയും 2 തവണയിലെയും സ്വാധീനം ഇപ്പോഴും അതിനേക്കാൾ വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് പകരം വയ്ക്കാൻ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് ആരിലേക്കായിരിക്കും ചർച്ചയ്ക്കുള്ള സാധ്യത? എന്തായിരിക്കാം LDF നേതൃത്വം കാണുന്ന പോസിറ്റീവ് ഘടകങ്ങൾ? വളരെ ചുരുക്കി. നിരവധി പേരുകൾ കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രീമതി CS സുജാത, കേന്ദ്ര കമ്മിറ്റി അംഗമാണ് CPM-ന്റെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ്, നടൻ M. മുകേഷ്, MLA സുജിത് വിജയൻപിള്ള, മുൻ MLA ഐഷ പൂറ്റി തുടങ്ങിയ നിരവധി പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മുകേഷ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് CPM നേതൃത്വം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പേരുകളിൽ സാധ്യത നിലയ്ക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായിട്ട് ഞാൻ കാണുന്നത് ഡോക്ടർ സുജിത് വിജയൻപിള്ളയാണ്, ചവറ MLA. സുജിത്താണ് കൂടുതൽ സാധ്യതകൾ, അല്ലെങ്കിൽ ഐഷ പൂറ്റി. സ്വരാജോ സുജാതയോ എന്നോട് മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സാധ്യത ഏറ്റവും ഉണ്ടായിരുന്ന മുകേഷിനായിരുന്നു. മുകേഷ് പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുജിത്തിനായിരിക്കും കൂടുതൽ സാധ്യത എന്നാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും പ്രേമേന്ദ്രൻ അവിടെ വളരെ വലിയൊരു ലീഡിൽ നിൽക്കുകയാണ്. എന്നാലും മറ്റു ചില പരിഗണനകളും കണക്കുകളും ഒക്കെ ഉണ്ട് CPM-ന് മുമ്പിൽ. അതൊക്കെ വെച്ച് സുജിത്തിനാണ് കൂടുതൽ സാധ്യത എന്നാണ് അവര് കണക്കാക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ മോദി അകറ്റി നിർത്തുന്നതിന് കോൺഗ്രസ് വിജയിക്കണം എന്നുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെയും ന്യൂനപക്ഷ സമുദായത്തിന്റെയും താല്പര്യവും, പിന്നെ NSS-ന് പ്രത്യേകമായി ശബരിമല വിഷയത്തിൽ LDF-നെതിരായിട്ടുള്ള നിലപാടും കൂടെ ചേർന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ വലിയ വിജയം UDF-ന്റെ. ഇപ്പൊ ആ 2 സാഹചര്യങ്ങളും വോട്ടർമാർ നന്നായി മാറി ചിന്തിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അത് സംസ്ഥാന ഭരണത്തെ ആസ്പദമാക്കിയല്ല, അത് സംസ്ഥാന ഭരണം തീർച്ചയായിട്ടും വരും. എപ്പോഴാണെന്നറിയാമോ? ഈ 26 ഇലക്ഷനും തൊട്ട് 25 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല പരിഗണിക്കപ്പെടുക. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയവും ദേശീയ ഗവൺമെന്റ് പെർഫോമൻസും മോദിയെ ഇനിയും 3ാം ടൈമിൽ കൂടെ കൊണ്ടുവരാനായിട്ട് എന്താണ് അകത്ത് നിർത്താൻ ചെയ്യേണ്ടത്, വരാതിരിക്കാൻ എന്തൊക്കെ വേണം എന്നുള്ള പരിഗണനകൾ തന്നെയാണ് എല്ലായിടത്തും പ്രധാനമായിട്ട് വരിക. ഇവിടെ അത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസിനെ സഹായിച്ചാൽ, കഴിഞ്ഞ 5 വർഷം കണ്ടതാണ് കോൺഗ്രസിനെ സഹായിച്ചെന്നുള്ള പ്രയോജനം എന്താണെന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിലയിലേക്ക് വോട്ടർമാർ പോവില്ല എന്നാണ് LDF-ഉം CPM-ഉം ഒക്കെ വിചാരിക്കുന്നത്. അതിന്റെ പ്രതിഫലനം ഇത്തവണത്തെ വോട്ടേഴ്സ് ടേൺ ഔട്ടിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്.
ശരി, തീർച്ചയായും വളരെ നന്ദി. എന്തായാലും താങ്കൾ കോട്ടയത്തെ പോലെ ഉറച്ച ഒരു പ്രതീക്ഷ വെക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട് കൊല്ലത്തിൻ്റെ കാര്യത്തിൽ. എന്തായാലും പ്രേമേന്ദ്രനെ സംബന്ധിച്ചുള്ള ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട് എന്ന് എൻ ശ്രീകുമാറും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും 2 മണ്ഡലങ്ങൾ കോട്ടയവും കൊല്ലവും കൂടുതൽ മുന്നേറിക്കൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 2 മണ്ഡലങ്ങളിലെയും സ്വാധീന ഘടകങ്ങൾ പരിശോധിച്ചത്.